ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ ഞങ്ങൾ മലമ്പുഴ എല്ലാം കറങ്ങി അങ്ങനെ വന്നു. ഇന്ന് രാവിലെ വിജയദശമിയാണ്. അപ്പൊ രാവിലെ തന്നെ പാലക്കാടുള്ള കൽപ്പാത്തി അമ്പലത്തിലേക്കാണ് പോകുന്നത്. അത് ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. ഫേമസ് ഒരു അമ്പലമാണ്. കൽപ്പാത്തി രഥോത്സവം ഒക്കെ നടക്കുന്ന ഒരു അമ്പലമാണ്. അപ്പൊ രാവിലെ അമ്പലത്തിലോട്ട് പോവുക. അപ്പൊ ആ അമ്പലത്തിന് ചുറ്റും പൂക്കടക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്, പൂ വിൽപ്പന. അപ്പൊ അവിടുന്ന് കുറച്ച് പൂ വാങ്ങിച്ച് തലയിലൊക്കെ വെച്ചു. പിന്നെ കുറച്ച് അമ്പലത്തിലേക്കുള്ള വാങ്ങി അങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പൊ ഈ അമ്പലത്തിന് ചുറ്റും അഗ്രഹാരങ്ങൾ ഒത്തിരി. ഇപ്പൊ അഗ്രഹാരങ്ങളുള്ള അമ്പലങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാനൊക്കെ ഒരു രസമുണ്ട്. ഇപ്പൊ പോകുന്ന വഴി എല്ലാ വീടുകളിലും ഈ ബൊമ്മക്കുലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കയറി ഞങ്ങൾ കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ തൊഴുവാനായിട്ട് വന്നു. അപ്പൊ അവിടെ പൂജയ്ക്ക് എഴുത്തിന് ഇരുത്തുന്ന ദിവസം അപ്പൊ അന്ന് 7:30-ക്കാണ് അവിടെ എഴുത്തിന് ഇരുത്തുന്നത്. അപ്പൊ ഞങ്ങളും കുറെ നേരം ഇതൊക്കെ കണ്ടു, പിള്ളേരൊക്കെ എഴുതിക്കുന്നത് എല്ലാം കണ്ടു. അങ്ങനെ കുറെ നേരം അവിടെ എല്ലാം പ്രാർത്ഥിച്ച് അവിടെ എല്ലാം കുറെയൊക്കെ കണ്ട്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എല്ലാം നമുക്ക് കാണാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാം നടന്ന് കണ്ടു. പിന്നെ അവിടെ രഥോത്സവം നടക്കുന്ന ഒരു അമ്പലമാണ്. 5 കരക്കാർ കൂടിയാണ് ഈ രഥോത്സവം നടക്കുന്ന ഉത്സവം. അപ്പൊ അത് അടുത്ത നവംബറിലാണ് ആ ഉത്സവം. അപ്പൊ അതിന് രഥങ്ങളെല്ലാം അന്നേരമാണ് വെളിയിൽ ഇറക്കുന്നത്. അപ്പൊ ആ രഥം എല്ലാം ഗ്ലാസ് ഇട്ട് ഇങ്ങനെ പൂട്ടി വെച്ചേക്ക്. അപ്പൊ അതിന് ചുറ്റും ഞങ്ങൾ നടന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. രഥമൊക്കെ അങ്ങനെ കണ്ടു. ആദ്യമായിട്ടാണ് ഞാൻ ഈ രഥം കാണുന്നത്. നമ്മള് വീഡിയോയിലും ഇതിനകത്തൊക്കെ TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ അതെല്ലാം കണ്ട് അമ്പലത്തിൽ തൊഴുത് കുറച്ച് വഴിപാടൊക്കെ ചെയ്തു. അങ്ങനെ വെളിയിൽ വന്ന്, അമ്പലത്തിന് തൊട്ട് വെളിയിലായിട്ട് ചെറിയ ചായക്കടയുണ്ട്, കാപ്പിക്കടയായിട്ടുള്ള. അപ്പൊ അവിടെ നിന്ന് പിന്നെ ഞങ്ങള് കാപ്പിയൊക്കെ കുടിച്ചു. അവിടെ നല്ല ചൂടൻ വടയുണ്ടായിരുന്നു. വട, പിന്നെ പുട്ട്, എന്തൊക്കെയുണ്ട് അവിടെ രാവിലെ തന്നെ. നല്ല തിരക്കും കേട്ടോ. അപ്പൊ അവിടുന്ന് ഞാൻ വടയും കാപ്പിയും കുടിച്ചു. ഫിൽറ്റർ കോഫി ഉണ്ടായിരുന്നു, അപ്പൊ അതും കുടിച്ചു. നല്ല ഫിൽറ്റർ കോഫി ആയിരുന്നു. പിന്നെ കുറച്ചുകൂടെ രണ്ടാമത്തെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു കാപ്പിപ്പൊടിയൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പൊ അതും നല്ല കാപ്പിപ്പൊടിയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച്. നമുക്ക് അറിയത്തില്ലായിരുന്നു എത്രത്തോളം നന്നാവുമെന്ന്. പക്ഷെ അത് വാങ്ങി, കാപ്പിപ്പൊടിയും വാങ്ങി. പിന്നെ അവിടെ നിന്ന് ഈ വറ്റൽസ് ഒക്കെ ഉണ്ട്, നമ്മൾ വറക്കാനുള്ള ഈ പപ്പടം പോലത്തെ ഐറ്റങ്ങള്, പിന്നെ അടമാങ്ങ, പിന്നെ ഉണങ്ങിയ മാങ്ങ, നാരങ്ങ, അങ്ങനെയുള്ള കുറെ ഐറ്റങ്ങളുണ്ട്. അവരിങ്ങനെ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാന്ന് പറഞ്ഞ്. അപ്പൊ അതും പിന്നെ അവിടെ നിന്ന് വാങ്ങി ഞങ്ങൾ. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അഡ്രസ് ഒക്കെ തന്നിട്ടുണ്ട്, കൊറിയർ ചെയ്താൽ മതി. അപ്പൊ അവര് കൊറിയർ ചെയ്ത് തരാന്നാ പറഞ്ഞേ. അപ്പൊ അങ്ങനെ അതും എല്ലാം വാങ്ങിച്ചു. പിന്നെ ഈ റോഡ് സൈഡിലെ ഒരു കടയിലാണ് ഈ ബൊമ്മക്കൊലു ഉണ്ടാക്കി വെച്ചേക്കുന്നത് വിൽക്കാനായിട്ട്. അപ്പൊ അതെല്ലാം കണ്ടു. പിന്നെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ കയറി. അതും ഉണ്ട്. ഈ കണ്ണൻ എന്ന് പറയേണ്ട ഈ കടയാണ്, കാപ്പിയുടെ കടയായിരുന്നു. ഞങ്ങൾ കാപ്പിപ്പൊടി മേടിച്ചത്. പിന്നെ അങ്ങനെ അവിടുന്ന് ഇതെല്ലാം കണ്ട് വെളിയിൽ ഇറങ്ങി. അപ്പൊ നമുക്ക് ബാക്കി ഇങ്ങനെ കാണാമേ.